Hi, welcome to Reena's Cooking World. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഫ്രൂട്ട് കസ്റ്റർഡ്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 കപ്പ് പാൽ, ഏകദേശം 500 ml പാലുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ, 5 ടേബിൾ സ്പൂൺ ഷുഗർ. ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാൻ ആപ്പിൾ, പിയേഴ്സ്, മാംഗോ, പൊമോഗ്രാനറ്റ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സിട്രിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്യില്ല, ഓറഞ്ച് യൂസ് ചെയ്യാനൊക്കത്തില്ല. അതുപോലെ ഇച്ചിരി വാട്ടറി ആയിട്ടുള്ള നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വെള്ളമാകുന്ന പോലത്തെ ഫ്രൂട്ട്സ്, വാട്ടർ മെലോൺ, സ്വീറ്റ് മെലോൺ, ഹണി മെലോൺ, അങ്ങനത്തെ ഫ്രൂട്ട്സുകളും നമ്മൾ ആകുന്നു അവോയ്ഡ് ചെയ്യണം. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഞാൻ ആൽമണ്ട്സ്, ഡേറ്റ്സ്, പിന്നെ ഡ്രൈ കോക്കനട്ട്, കുറച്ച് റേസിൻസ്, പംകിൻ സീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിന് വെള്ളവും വേണം. ആദ്യം നമ്മൾ ഈ കസ്റ്റർഡ് പ്രിപ്പയർ ചെയ്യുന്ന മുമ്പ് ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതുകൊണ്ട് ആദ്യം ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. ഇപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 5 ടേബിൾ സ്പൂൺ ഷുഗറിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ എടുക്കുക ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. ഇതിനകത്ത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്യണം. അത് ചെറുതായിട്ടൊന്ന് ഇത് ഒന്ന് കട്ടിയാണ്, ചെറുതായിട്ട്. ഇപ്പോൾ ഷുഗറൊക്കെ നല്ലതായിട്ട് വെള്ളത്തിൽ മിക്സായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് കട്ടിയാണ്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനിയിപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കേണ്ട, അതൊന്ന് ബബിൾസ് തിളയ്ക്കുന്നത് കാണും. ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റിയർ ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ കൈ പിടിച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഒട്ടുന്ന പോലെ നമുക്കൊന്ന് ഫീലാവും. അപ്പം ഞാൻ തിരിയൊന്ന് ഇച്ചിരി താത്തിട്ട് കൊടുക്കും. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റായി. അപ്പം നമുക്കിത് ഓഫ് ചെയ്യണം. ഇത് 1 ത്രെഡ് കൺസിസ്റ്റൻസി കൊണ്ടുവരണം. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇതിപ്പോൾ മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം ഇപ്പോൾ കട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യും. ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഞാൻ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നില്ല, എല്ലാത്തിൻ്റെ പകുതിയെ യൂസ് ചെയ്യുന്നുള്ളൂ. കാര്യം ഇതൊരു 1/2 ലിറ്ററിൻ്റെ ഫ്രൂട്ട് കസ്റ്റർഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം പകുതി മതി. ഇപ്പോൾ പകുതി ആപ്പിൾ, പകുതി പിയേഴ്സ്, എല്ലാത്തിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കുറച്ചുകൂടെ ആഡ് ചെയ്യും. ഇനിയിപ്പം ഈ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ചോപ്പ് ചെയ്യും. ഇനിയിപ്പം ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് അത് ആറിക്കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഈ ചോപ്പ് ചെയ്ത ഫ്രൂട്ട്സിനകത്തോട്ട് ആഡ് ചെയ്യും. ഏകദേശം ഇത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓളം ഷുഗർ സിറപ്പുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം. നമ്മൾ ഈ കസ്റ്റർഡ് ഉണ്ടാക്കി സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഫ്രൂട്ട്സും കസ്റ്റർഡും കൂടെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നല്ലതായിട്ട് ചില്ല് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ. ഇനി ഇതിപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെക്കുക. കസ്റ്റർഡ് ഉണ്ടാക്കി നമ്മളെപ്പോൾ സെർവ് ചെയ്യുന്നു ആ സമയത്ത് ഈ ഫ്രൂട്ടും കസ്റ്റർഡ് മിക്സും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ. ഇനിയിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന 2 കപ്പ് പാലിൽ നിന്ന് 4 to 5 ടേബിൾ സ്പൂണോളം കോൾഡ് മിൽക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഒരു 5 ടേബിൾ സ്പൂണോളം മിൽക്ക് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇത് കോൾഡ് മിൽക്കാണ്, ഇത് ബോയിൽ ചെയ്തിട്ടില്ല. ഞാനിപ്പം ബോയിൽ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുമ്പ് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനിയിപ്പം നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന ബാക്കി പാല് നമുക്ക് ബോയിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ബാക്കി പാൽ ഇനി ഞാൻ ബോയിൽ ചെയ്യാൻ പോകും.
ഇനിയിപ്പോൾ വേറൊരു പാനിലോട്ട് ഒഴിച്ച് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യും. ഇത് ബോയിലാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ഫുൾ ക്രീം മിൽക്ക് ആണെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിയർ ചെയ്ത് കൊടുക്കാം. പാല് തിളച്ച് വന്നു. ഇപ്പം ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഈ കസ്റ്റർഡിൻ്റെ ലിക്വിഡ്, അത് പാലും കസ്റ്റർഡും കൂടെ മിക്സ് ചെയ്ത് അത് ഞാൻ സ്ലോലി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇത് ഒഴിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിയർ ചെയ്യുകയും ചെയ്യണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. ഇനിയിപ്പം ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിക്കാക്കി നമുക്ക് സ്റ്റിയർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിയർ ചെയ്യുമ്പോൾ നമ്മുടെ ആ കസ്റ്റേർഡ് ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ രീതി ഒഴിക്കുന്നതുകൊണ്ട് ഒരിക്കലും കട്ട പിടിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒഴിക്കുവാണെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കസ്റ്റർഡിൻ്റെ ലിക്വിഡ് ഒഴിക്കുമ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു കൈ കൊണ്ട് കസ്റ്റർഡ് ഒഴിക്കുകയും മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റിയർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടി വന്നിട്ട് കഴിയാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഇതിങ്ങനെ തിളച്ചിങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ്സ് ആയി ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ തിളച്ച് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നു. അപ്പം നമുക്കിനിയിപ്പോൾ ഇത് കുറച്ചുകൂടെ മുകളിലോട്ട് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ നോക്കി ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കി, ഇതായിരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്യും. ഇതിപ്പം ഞാൻ ആറാൻ വേണ്ടി മാറ്റി. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാൻ വിട്ടുപോയെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിനകത്തിൽ എസൻസ് യൂസ് ചെയ്യാം. നമ്മൾ ഈ കുക്ക് ചെയ്ത പാനിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റി വെച്ച് നമ്മൾ ഏത് കണ്ടെയ്നറിലാണ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോകുന്നത് ആ കണ്ടെയ്നറിലോട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അല്ലെങ്കിൽ മേളിലൊരു പാട പോലെ അങ്ങ് ഫോം. അതിന് ഞാൻ ആറാൻ വേണ്ടി അതേ കണ്ടെയ്നറിലങ്ങ് ഒഴിക്കും. ആറിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ലിഡ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ മേളിലോട്ടൊന്ന് വെക്കുമല്ലോ. ഞാനിപ്പോൾ ഒരു ലിഡ് കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കുന്നില്ല, ജസ്റ്റ് ഇച്ചിരി ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ആ ചൂടൊന്ന് പോകാൻ വേണ്ടി. ഇത് ആറി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുറച്ച് എസൻസ് കൂടെ ആഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും. മിനിമം അറ്റ്ലീസ്റ്റ് 1 hour നമ്മൾ വെച്ചിരിക്കണം, എന്നാലേ നമ്മുടെ ഈ ഫ്രൂട്ട് കസ്റ്റർഡിൻ്റെ ടേസ്റ്റ് കാണത്തുള്ളൂ. ഇതിപ്പോൾ ആറിയതിന് ശേഷം എസൻസ് ഒഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് 1 hour വെക്കാൻ പോകും. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കസ്റ്റേർഡും പിന്നെ ചോപ്ഡ് ഫ്രൂട്ട്സും എല്ലാം വെളിയിലെടുത്ത് വെച്ചു. എല്ലാം ഇപ്പം നല്ല തണുത്തിരിക്കുക. അപ്പം ഞാൻ ഇനിയിപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം വന്നിട്ട് നമ്മളിപ്പോൾ സെർവിങ് ഗ്ലാസ്സിലോട്ട് നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുക. ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനകത്ത് ആ ഷുഗർ സിറപ്പ് ഒരിക്കലും ഒഴിക്കല്, ഉള്ളി ഫ്രൂട്ട്സ് മാത്രം എടുത്തിട്ട് ഇടണം. ആദ്യം നമ്മൾ ഒരു ലെയർ ഫ്രൂട്ട്സ് ഇടും. അതിൻ്റെ മേളിൽ നമ്മൾ ഉണ്ടാക്കിയ കസ്റ്റേർഡ്, അതിൻ്റെ മേളിൽ ഗാർണിഷിന് വേണ്ടി എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടെ ഇടുക.
ഫ്രൂട്ട് കസ്റ്റർഡ് അങ്ങനെ റെഡിയായി. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.